സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കില്ല, പക്ഷെ വീണ്ടും പറയട്ടെ, വിനായകന്റെ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടുവോ എന്നുള്ള ചോദ്യമാണ് കേട്ടോ. ഇപ്പൊ കുറച്ചു നേരത്തെ എവിടെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിരിക്കും, ഹേമ കമ്മിറ്റിയുടെ ഈ പീഡന പരാമർശങ്ങളൊക്കെ വന്ന സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും വിനായകൻ എന്നുള്ള പേര് ആരെങ്കിലും പറയുന്നതായിട്ട്, വിനായകൻ പീഡിപ്പിച്ചു എന്ന ഒരു പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം. നമ്മൾ എവിടെയും കേട്ടില്ല, ആരും അത് അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഭയങ്കര സംശയം, ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യമാണ്. ഞാനിങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിപ്പോ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അതെങ്ങനെയാണ്? ആഷിക രണ്ടും കൂടെ ഒന്നിച്ച് വേണ്ടാട്ട. അലൻസിയർ ചെയ്തപ്പോൾ അയാൾ മ്ലേച്ഛൻ, വിനായകൻ ചെയ്തപ്പോൾ അങ്ങ് ചേർത്ത് പിടിച്ചു. പിന്നെ സ്വന്തം ആശാനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ വാ തുറന്നില്ല. ഒരു മഹാൻ. എന്നിട്ട് ഇപ്പൊ വന്നേക്കുവാ. ഒന്നുകൂടെ പറയുന്നു, അതിനുള്ള വില തനിക്കില്ല അബു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റാണ്. ഇത് ആരും എഴുതിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതിന് കാരണമായിട്ടുള്ള പോസ്റ്റ് ഇതാണ്. ആഷിഖ് കപൂറിന്റെ ഇപ്പോ രണ്ട് പോസ്റ്റുകളാണ്. ഒന്ന് 2018 ആഷിഖ് കപൂർ എഴുതിയ സംഗതി ഇങ്ങനെയാണ്: നടൻ അലൻസിയറിനെതിരെ നിരവധി ആരോപണങ്ങളാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്നത്. ഇയാൾ തുടർച്ചയായി പല സെറ്റുകളിലും സ്ത്രീകളെ ലൈംഗികമായി ആക്രമിക്കുന്നു എന്ന് അത് അനുഭവിച്ച പെൺകുട്ടികളും ആ സിനിമകളുടെ സംവിധായകനും സാക്ഷ്യപ്പെടുത്തുകയാണ്. സ്വഭാവ ദൂഷ്യം അലങ്കാരമായി കൊണ്ടു നടക്കുകയാണ് ഇയാൾ. ഇയാളുടെ തനിനിറം മനസ്സിലാക്കാതെയാണെങ്കിലും ചില സിനിമകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടി വന്നതിൽ ആത്മാർത്ഥമായി ലജ്ജിക്കുന്നു. ദിവ്യയ്ക്ക് അഭിവാദ്യങ്ങൾ. ഇത് ഈ ഒരു സംഗതി പോസ്റ്റോട് കൂടിയിട്ട് ഇടാനുള്ള കാരണം, വിനായകൻസ് പാർട്ടി എന്ന് പറയുന്ന ഒരു പുതിയ സിനിമ ആഷിഖ് കപൂർ ചെയ്യാൻ പോകുന്നു. സിനിമയുടെ പേരാണ് ആഷിഖ് കപൂർ പ്രസൻസ് വിനായകൻ പാർട്ടി, റിട്ടേൺ ആൻഡ് ഡയറക്ട് ബൈ വിനായകൻ, പ്രൊഡ്യൂസ്ഡ് ബൈ റിമ കല്ലിങ്കൽ ആൻഡ് ആഷിഖ് കപൂർ. എഴുത്തും ഡയറക്ഷനും വിനായകനാണ് ചെയ്യുന്നത്. അങ്ങനെ വിനായകൻസ് പാർട്ടി എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഫോട്ടോ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു കമന്റ് വന്നത്. ഞാൻ വീണ്ടും പറയട്ടെ, വിനായകൻ ഒരുപക്ഷെ സിനിമാ സെറ്റുകളിൽ നമുക്ക് കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ വളരെ പോസിറ്റീവാണ്. ഇദ്ദേഹം ഒരു സെറ്റുകളിലും ആരോടും അപമര്യാദയായി പെരുമാറിയിട്ടില്ല എന്നുള്ളതാണ്. സിനിമയ്ക്ക് അഭിനയിക്കുക വന്നാൽ അത് പരിപൂർണമായിട്ടും വളരെ വൃത്തിയായിട്ട് അഭിനയിച്ച് തീർക്കാൻ കഴിയുന്ന രീതിയിൽ ഇദ്ദേഹം ഇടപെടുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ മുഴുവൻ. അതല്ലാത്ത തരത്തിലുള്ള ഒരു വാർത്തകളും നമ്മുടെ മുമ്പിലേക്ക് ഇല്ല. ഈവൻ നമ്മുടെ ഈ അടുത്ത കാലത്ത് ഒരു നടൻ പോലും പറഞ്ഞത്, സിനിമാ സെറ്റിൽ വളരെ വ്യത്യസ്തമായിട്ട് കൃത്യമായിട്ട് വരികയും അത് അഭിനയിച്ചു പോവുകയും മാത്രം ചെയ്യുന്ന ഒരു നടനാണ് വിനായകൻ ചേട്ടൻ എന്നുള്ളതാണ്. ഈ ഒരു പോസ്റ്റ് വന്നപ്പോൾ ഇത് വിനായകൻ ചേട്ടനെ കുറ്റം പറയുന്ന ഒരു പോസ്റ്റ് ആണല്ലോ എന്ന് കരുതിക്കൊണ്ടായിരിക്കാം സുബൈർ കളരിയൽ എന്ന് പറഞ്ഞത് വിനായകൻ എന്ത് ചെയ്തു എന്ന് തെറി പറഞ്ഞു എന്നല്ലാതെ വിനായകന്റെ പേരിൽ സ്ത്രീ പീഡന കേസ് എന്താണ്? അതും നിരന്തരം ഫോൺ ചെയ്ത വനിതയെ ആണ് ഇദ്ദേഹം തെറി പറഞ്ഞതെന്ന് കേട്ടിട്ടുള്ളത്. വിനായകൻ ചെയ്ത കുറ്റം എന്താണ്? പോസ്റ്റ് ഇട്ട വ്യക്തി മറുപടി പറയണം. ലുഹാർ ബാദുഷ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതിയിരിക്കുന്നു. പിന്നെ ഇങ്ങനെ ഒരുപാട് എഴുത്തുകൾ ഇതിനോ താഴത്തെ കമന്റുകളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ ചോദ്യം അതാണ്, വിനായകൻ എന്ത് തെറ്റാണ് ചെയ്തത്? വിനായകൻ എവിടെയാണ് തെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. പക്ഷേ ഇതിനൊപ്പം തന്നെ നമ്മൾ കേൾക്കേണ്ട ഒരു സംഗതി ഉണ്ട്. അത് വിനായകൻ പറയുന്നത് തന്നെയാണ്. അത് കേട്ട് നമുക്ക് വരാം. എന്റെ ലൈഫിൽ ഞാൻ 10 പെണ്ണുങ്ങളായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ 10 പെണ്ണുങ്ങൾക്കും ഞാനാണ് ഒന്ന് എന്റെ കൂടെ റിലേഷൻഷിപ്പ് നടത്താൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇത് നിങ്ങൾ പറയണ മീട്ടു ആണെങ്കിൽ ഞാൻ ഇനിയും ചോദിക്കും. എനിക്ക് ആ പെണ്ണായിട്ട് സെക്സ് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ ആ പെണ്ണിനോട് ചോദിക്കും. ഇത് ഒരു പ്രശ്നം വന്ന സമയത്ത്, ഒരു ഗംഭീരമായിട്ടുള്ള മീറ്റു ആരോപണം വന്ന സമയത്ത് നടന്ന ഒരു പ്രസ് മീറ്റിലെ സംസാരമാണ്. ഇതെടുത്തുകൊണ്ട് ഇപ്പൊ ഗംഭീരമായിട്ട് വിനായകൻ ചേട്ടനും ഉണ്ട് എന്ന രീതിയിലൊക്കെ സംസാരം വരും. പക്ഷേ ഇതുവരെയും ഒരു സ്ത്രീയും പോലും വിനായകൻ ചേട്ടനെതിരെ ഒരു പ്രസ്താവനയായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് എന്നെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ പറയുന്നെല്ലാം മാറിക്കളഞ്ഞ് വേറെ ഇതിലേക്ക് എത്തുമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഇതിന് പ്രശ്നം ഉണ്ടായത്, അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം സെക്സ് അനുഭവിച്ചിട്ടുണ്ട് പല ആളുകൾ, 10 ആളുകളായിട്ട്. അവരുടെ ഇദ്ദേഹം പോയി ചോദിച്ച് അവരുടെ സമ്മതത്തോട് കൂടിയിട്ട് ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് ഉഭയസമ്മതപ്രകാരമാണ് എന്നുള്ളതാണ്. അത് സിനിമാ മേഖലയിലുള്ള ആളുകളാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ആണെങ്കിൽ, പ്രശ്നമുണ്ടെങ്കിൽ അതിനും കേസെടുക്കുക തന്നെ വേണം. ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്നില്ല. അത് അവർക്ക് പ്രശ്നമില്ല എങ്കിൽ ഒരു പ്രശ്നമില്ല ഇന്ത്യൻ നിയമപ്രകാരം എന്നുള്ളതാണ്. ഉഭയസമ്മതപ്രകാരമാണോ അതിൽ എങ്ങനെ നമുക്ക് പ്രശ്നം പറയാൻ കഴിയും? അതല്ല, ആക്രമിക്കപ്പെട്ടതാണെങ്കിൽ പ്രശ്നമാണ്, അത് വിനായകൻ ചേട്ടനെയും കേസെടുക്കണം. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടായി. പിന്നെ അടുത്ത പ്രസ് മീറ്റില് അപാരമായിട്ടുള്ള ചോദ്യങ്ങളാണ് വിനായകൻ ചേട്ടനെതിരെ ഉണ്ടായത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അവരുമായിട്ട് എന്ന് പറഞ്ഞ ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്.
അല്ലാതെ ഞാൻ അവരുമായിട്ട് ചെയ്യുമെന്നല്ല എന്ന് വിനായകൻ ചേട്ടൻ എത്ര പറയാൻ ശ്രമിച്ചിട്ടും അതൊരു ഉത്തരമായിട്ട് കണക്കിലാക്കാൻ നമ്മുടെ മാപ്രകൾക്ക് സാധിച്ചിട്ടില്ലാണ്. ഇതേ ആളുകൾ തന്നെ ആരോപണ വിധേയനായിട്ടുള്ള ജയിലിലാക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രമുഖ നടൻ തൊട്ടു മുമ്പിൽ വന്നിരിക്കുന്ന സമയത്ത് ചേട്ട എന്നും പേട്ട എന്നുകൂടി ആ രണ്ട് വാക്ക് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, പേട്ട എന്നൊക്കെ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന നമ്മൾ കേട്ടതാണ്. ഇതാണ് നമ്മുടെ ഇരട്ടത്താപ്പ്. മാധ്യമങ്ങൾ പോലും ഈ ഒരു വിഷയത്തിൽ ഇരട്ടത്താപ്പുകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മുടെ ആളുകളെ പ്രശ്നം വിനായകൻ ചേട്ടൻ ഇതിൽ പെടണം എന്നുള്ളതാണ്. ഇതിന്റെ ഒരു പ്രശ്നം കൂടി പറഞ്ഞുതരാം. കൃത്യമായിട്ട് അതിന്റെ പ്രശ്നം പറയുന്നത് ജാതീയതയാണ് കേട്ടോ. ജാതീയത മാത്രമാണെന്ന് ഞാൻ പറയും. കാരണം മോഹൻലാൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റേജ് ഷോയ്ക്കിടെ അദ്ദേഹം ഒരു ആക്ഷൻ കാണിച്ചിരുന്നു. അത് നിങ്ങൾ കാണുക തന്നെ വേണം. അത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടില്ലേ, ഭീകരമായിട്ടുള്ള അശ്ലീലമായ ആക്ഷനാണ്. തൊട്ടടുത്ത് മമ്മൂക്ക ഇരിക്കുന്നുണ്ട്, അത് കണ്ട് ചിരിക്കുന്നുണ്ട്, നീ എന്തെങ്ങനെ കാട്ടുന്നു പറഞ്ഞിട്ട് കയ്യിലടിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അത് മോഹൻലാൽ എന്ന് പറയുന്ന ആ നടൻ ചെയ്തതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അത് ആ കാലഘട്ടത്തിൽ ആഘോഷിക്കപ്പെട്ടു എന്നും അദ്ദേഹത്തിനെതിരെ ഒരാളും തിരിഞ്ഞില്ല എന്നും അത് വളരെ മോശമായിട്ടുള്ള പ്രതികരണമായി പോയി ആ ഒരു പൊതു സദസ്സിൽ വെച്ച് അങ്ങനെ ചെയ്തല്ലോ എന്ന രീതിയിലുള്ള ഒരു വർത്തമാനങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളതാണ്. കേട്ടിട്ടില്ലെന്നേ ഞാൻ പറയുന്നത്. ജാതീയത ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്ന അങ്ങോട്ടുള്ള ചോദ്യം, ഈ സ്ഥാനത്ത് മോഹൻലാലിന്റെ സ്ഥാനത്ത് നിങ്ങൾ വിനായകൻ ചേട്ടനെ ഒന്ന് സങ്കല്പിക്കും. എന്തേ വിനായകൻ ചേട്ടനെ ഒന്ന് സങ്കല്പിക്കാൻ പ്രിയ സുഹൃത്തുക്കളെ, സംഗതി ഇവിടെ നിൽക്കില്ല. പിറ്റേ ദിവസം മുതൽ വിനായകൻ ചെയ്ത ആ ഒരു ക്ലിപ്പിങ്ങുകള് നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ കയറി വൈറലാവുകയും അത് ഭയങ്കര പ്രശ്നത്തിലേക്ക് എത്തുകയും ചെയ്യും. ഇപ്പൊ അത് നിങ്ങൾക്ക് ഒരു പിക്ചർ ഇങ്ങനെ കാണാനുണ്ട്, ഒരു ഷൂട്ടിംഗ് സൈറ്റിലെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പൊ സൈഡിൽ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. അത് പലരും പല രീതിയിൽ ഇറക്കുന്ന ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിറക്കുന്നതായിരിക്കും. അതിനൊന്നും പറ്റി ഞാൻ കമന്റ് അടിക്കുന്നില്ല. ഞാൻ വിനയൻ ചേട്ടനെ പറ്റി മാത്രമാണ് കമന്റ് അടിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഈ സ്ഥാനത്ത് വിനായകൻ ചേട്ടനായിരിക്കുമെങ്കിൽ എന്തായിരിക്കും ശവക്കുഴി തോണ്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും നമ്മുടെ മാധ്യമ പ്രവർത്തകര്. മോഹൻലാൽ ആയതുകൊണ്ട് മിണ്ടില്ല. ഇങ്ങനെ പ്രമുഖ നടന്മാരാരെങ്കിലും ചെയ്യുമ്പോൾ, ഇത്തരം പ്രവർത്തനം ചെയ്യുമ്പോൾ അവർക്കെതിരെ തിരിയാത്തതിന്റെ, മോഹൻലാലിന്റെ തിരിയാത്തതിന്റെ കാരണം കൃത്യമായിട്ടും നിറവ്യത്യാസം തന്നെയാണെന്ന് കൂടി ഞാൻ പറയും. അതുകൊണ്ടാണ് വിനായകൻ ചേട്ടന് നേരെ നീണ്ട അതേ കൈകൾ പണ്ട് കലാമണി ചേട്ടന് നേരെയും നീണ്ടിട്ടുണ്ട്. ആ വിരലുകള്, ആ മാപ്പറുകളെ വിരലുകള്, ആ വിരലുകളൊന്നും ഈ പറയുന്ന പ്രമുഖ നടന്മാരെ നേരെ നീണ്ടിട്ടില്ല, ഇനി നീളുകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ അവസാനിപ്പിക്കട്ടെ. അടുത്ത ദിവസം കാണാം. ബൈ.